എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ചോദ്യങ്ങളുണ്ട്, കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയം, ഇലക്ഷൻ ഇതൊക്കെ തന്നെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചേ, എത്ര മുസ്ലിമുണ്ട്, എത്ര ഹിന്ദുവുണ്ട്, എത്ര ക്രിസ്ത്യാനിയുണ്ട്, എത്ര ജാതികളുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് എല്ലാ പാർട്ടികളും അവരവരുടെ MLA-മാരെയും MP-മാരെയും ഒക്കെ മത്സരിക്കാൻ നിർത്തുന്നതും അവർ ജയിക്കുന്നതും ഒക്കെ തന്നെ ഇതിൻ്റെയൊക്കെ ബേസിസിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കേരളത്തിലേക്ക് വരാം. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്നതെന്ന് BJP ആണ്. എന്നാൽ BJPക്ക് കേരളത്തിൽ വിജയിക്കാനായിട്ട് എന്ത് ചെയ്തിട്ടും സാധിക്കുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? എൻ്റെ കുറച്ച് ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ, ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ഒരുപാട് എന്താ പറയണ്ടേ, വളരെ നല്ല രീതിക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും പിടിവാശിയും അവസാനം ഈ ഇത്രയും വലിയൊരു വിജയം നേടിയതിൻ്റെ ഒരു ഗ്ലാമറൊക്കെ നശിപ്പിച്ചുകൊണ്ടായാൽ പോലും അറ്റ്ലീസ്റ്റ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട ആ ഒരു പൊസിഷൻ കിട്ടിയിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ചോദ്യം, ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. 10 വർഷം കൊണ്ടിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു ഭരണത്തിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വലിയ എതിർപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിനേക്കാൾ ഭരിച്ചവരുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു എന്നതാണ്. കാരണം നമ്മൾ സ്ഥിരമായി ഒരു അധികാരത്തിലിരിക്കുമ്പോൾ ഞാൻ ദൈവമാണ്, നിങ്ങളൊക്കെ എൻ്റെ അടിമയാണെന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ വരുമ്പോൾ സംഭവിക്കാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിണറായി വിജയന് ഉണ്ടായിട്ടുള്ള ഒരു ധാർഷ്ട്യം, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരിടക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ധാർഷ്ട്യം. ധാർഷ്ട്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നേതാവിൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഒരു മുഖം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മെസ്സേജാണ് തരുന്നത്. എന്നാൽ പോലും ആ കൂട്ടത്തിൽ തന്നെ വളരെ നന്നായിട്ട് ഭരിച്ചിട്ടുള്ള കുറേ മന്ത്രിമാരുണ്ട്. അവരെയൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞു തന്നെ പറ്റുള്ളൂ. ഉദാഹരണം ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ എടുക്കുകയാണെങ്കിൽ, റിയാസ് വളരെ നല്ല കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചുമ്മാ പറച്ചിലല്ല, നമുക്ക് കാണാൻ പാകത്തിന് ഉള്ള കുറേ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഈവൻ ഗണേഷ് കുമാർ, ഇത്രയധികം നഷ്ടത്തിൽ കിടന്ന ഒരു KSRTCയെ കുറച്ച് എങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഗണേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം നമുക്ക് ശരിക്കും പേര് പോലും അറിഞ്ഞുകൂടാത്ത എന്ന നല്ല മന്ത്രിമാർ നമുക്കുണ്ടായി. പക്ഷേ അതിൻ്റെയൊക്കെ ശോഭ കെടുത്തി എന്ന് നമുക്കറിയാം. ഈ പറഞ്ഞ ശബരിമല വിഷയവും അങ്ങനെ ധാരാളം ഇഷ്യൂസ് ഇതിനിടയ്ക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ എന്തായാലും ഭരണം പോയി. പക്ഷെ ഇവിടെ തൊട്ടിട്ടാണ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും, എല്ലാ ചാനലുകളും കാണിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് തൊട്ടിട്ടാണ് എൻ്റെ ചിന്ത ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുൻപ് വരെ BJP എന്ന കേരളത്തിലെ KJP എന്ന് ഞാൻ പറയാം, കേരള ജനതാ പാർട്ടി, അവരെ കൊച്ചാക്കി പറയുമല്ല, പക്ഷേ ഇത് വേറെ വഴിയില്ല പറയാനായിട്ട്. KJPയുടെ ഒരു ധാരണ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പൊതുവെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ BJP എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് BJP. ബാക്കി ഒരു മതക്കാരെയും അവർ സഹകരിപ്പിക്കില്ല എന്നൊരു കൃത്യമായൊരു
ഒരു മെസ്സേജ് എല്ലാ ന്യൂസ് ചാനൽസും കൃത്യമായിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്ത് പൊതുവെ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ പോലും ഈ ഒരു ചിന്തയിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ന്യൂസ് ചാനൽസും BJPക്ക് എതിരാണ്. ഇനി കേരളത്തിൻ്റെ വിഷയം വരുമ്പോൾ, കേരളത്തിൽ BJP ക്രിസ്ത്യൻ സമൂഹത്തിലെ വ്യക്തികളെ അവരുടെ കൂടെ ചേർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇലക്ഷന് ശേഷം അവർ പ്രതീക്ഷിച്ച, അവർ ഒരു സ്റ്റാറായിട്ട് നിർത്തിയിട്ടുള്ള ഒരു 3-4 ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് തോറ്റതോടെ അവരുടെ കൺട്രോൾ പോയി. എന്ത് സംഭവിച്ചു? PC ജോർജ് ജയിക്കും, ഷോൺ ജോർജ് ജയിക്കും, അനൂപ് ആൻ്റണി ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അനൂപ് ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ക്രിസ്ത്യൻ ഫേസസ് എന്ന് പറയുന്ന എല്ലാവരും തന്നെ തോറ്റു. സോ ഒറ്റയടിക്ക് ഒരു പ്രചരണം വന്നു, ക്രിസ്ത്യാനികളെ വിശ്വസിക്കരുത്, അവർ ചതിക്കും എന്ന് വളരെ ഈ പറഞ്ഞ പല പ്രബുദ്ധരായിട്ട് ഈവൻ BJPയുടെ സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഒറ്റയടിക്ക് അവരോടുള്ളൊരു ഒരു 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 എതിർപ്പ് വളരെ കൃത്യമായിട്ട് കാണിച്ചു. ക്രിസ്ത്യാനി ഒരു കാരണവശാൽ വിശ്വസിക്കരുത്, അവർ ചതിക്കും. എൻ്റെ ചോദ്യം, എന്തിന് ഒരു ക്രിസ്ത്യാനി നിങ്ങളെ വിശ്വസിക്കണം? അല്ലേ? ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നരേന്ദ്രമോദി പറയും സബ്കാ സാത്ത് സബ്കാ വികാസ്. കേൾക്കാൻ നല്ല ഉഗ്രൻ സാധനം. മാർക്കറ്റിംഗ് വേർഡ്സ് BJPയെ പോലെ പറയാനായിട്ട് കഴിവുള്ള ഒരു പാർട്ടി നമ്മുടെ ഇന്ത്യയിലില്ല എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവരുടെ എല്ലാ ഓരോ ഈ ടാഗ് ലൈനും അത്ര രസമായിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരെയും ചേർത്ത് എല്ലാവരുടെയും വികസനം, എല്ലാവരെയും ഒത്തുകൂട്ടി ആരെയും മാറ്റി നിർത്തുന്നില്ല. ഇത് കേൾക്കാൻ ഭയങ്കര രസമാണെങ്കിലും ഇൻ റിയാലിറ്റിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ശരിയാണോ അല്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. ഒരു കാര്യം, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ ആദ്യം നീ നിൻ്റെ സമാജം, ഇല്ലെങ്കിൽ BJP ഒരു ഹിന്ദു പാർട്ടിയാണെന്നാണ് പറച്ചിലല്ലേ? സോ ഹിന്ദുവിന് വേണ്ടി അറ്റ്ലീസ്റ്റ് നീ എന്ത് ചെയ്തു? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണോ? കാരണം ഈ ചോദ്യത്തിന് ഉത്തരം ഈ ക്രിസ്ത്യാനികൾ ഈ ഇലക്ഷനെ ചതിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. നീ നിൻ്റെ സമാജത്തിന് വേണ്ടി എന്ത് ചെയ്തു ഇതുവരെ? ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇന്ന് വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതാണ്. നരേന്ദ്രമോദി ഭയങ്കര ഹിന്ദുത്വവാദിയാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്തൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് അൺഫോർച്ചുനേറ്റ്ലി പറയേണ്ടി വരും. ഇല്ല, ഇനി എന്തെങ്കിലും ഒരു ഹിന്ദുവിന് വേണ്ടി ചെയ്തു എന്നാണ് പറയണമെങ്കിൽ ആ ഹിന്ദുവിൻ്റെ പേര് അൺഫോർച്ചുനേറ്റ്ലി അംബാനിയോ അദാനിയോ എന്നൊക്കെ പറയേണ്ടി വരും. ഇനിയിപ്പോൾ സാധാരണക്കാരന് വേണ്ടി, സാധാരണ ഹിന്ദുവിന് വേണ്ടി ഓരോ മാസവും എങ്ങനെ ഇനി ഈ മാസം ജീവിച്ചു പോകും എന്ന് വിചാരിച്ച് തല പുകഞ്ഞ് കഷ്ടപ്പെട്ട് കടബാധ്യതയും കടക്കെണിയുമായിട്ട് അസുഖവും രോഗവും ജീവിതം നരകമായിട്ട് ഇരിക്കുന്ന ധാരാളം കോടിക്കണക്കിന് ഹിന്ദുക്കളുണ്ട്. ഈ ഹിന്ദുക്കൾക്ക് എന്ത് ചെയ്തു? ഇന്നും നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്താണ്? നമ്മുടെ നാട്ടിൽ ഇന്നും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തന്നെയാണ് എല്ലാ രീതിയിലുള്ള റിസർവേഷൻസ്, എല്ലാ രീതിയിലുള്ള പരിഗണനയും കിട്ടുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഈ പറഞ്ഞ പല ജാതീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ അതിനുശേഷം വർഷങ്ങൾ ഇപ്പോൾ മാറി, ജനറേഷൻസ് തന്നെ മാറി, 2 ജനറേഷൻ മാറി. ഇന്ന് നമ്മുടെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുമാരെടുക്കുക,
ഏറ്റവും സ്പെഷ്യലിസ്റ്റുമാരായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സിനെ എടുക്കുക, ഇല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ എടുക്കുക, എൻജിനീയേഴ്സിനെ എടുക്കുക, ബിസിനസ്മെൻ എടുക്കുക. ഏത് മേഖലയിൽ നോക്കിയാലും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അവിടെ നിങ്ങൾക്കൊരു മുസ്ലിമിനെ കാണാൻ പറ്റും, ഒരു ക്രിസ്ത്യാനിയെ കാണാൻ പറ്റും, ഹിന്ദുവിനെ കാണാൻ പറ്റും, എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിയല്ലേ? അപ്പോൾ ഇനി വേണ്ടത് സാമ്പത്തികമായിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന, അതിൽ ഹിന്ദു ഉണ്ട്, അതിൽ ക്രിസ്ത്യാനിയുണ്ട്, അതിൽ മുസ്ലിമുണ്ട്, അതിൽ സിഖുകാരനുണ്ടാവും, അതിലിനി ജാതി മതം ഇല്ലാത്തവനുണ്ടാകും. ഇതൊക്കെ ഉണ്ടാവും. ഇവരെ നിങ്ങൾ എങ്ങനെ സഹായിക്കും, ഇവരുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടും എന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ബാക്ക് ടു ദ പോയിന്റ്, സബ്കാ സാത്ത് സബ്കാ വികാസ്. നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് ഉത്തരം. ശരിയല്ലേ? അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര അധികം ഹിന്ദുക്കൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു സീറ്റ് പോലും ജയിക്കാൻ സാധിക്കാത്തത്. ഇനി എന്തുകൊണ്ട് ക്രിസ്ത്യാനി നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല? ക്രിസ്ത്യാനിക്ക് ഒരു കാര്യം അടിസ്ഥാനപരമായിട്ടുണ്ട്. അവരുടെ പള്ളി എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം മാത്രമല്ല, അതൊരു സിസ്റ്റമാണ്. അവർക്ക് ഓരോ സഭയ്ക്കും അവരുടെ സഭയിൽ എത്ര ആൾക്കാരവിടെ ഉണ്ട്, അവരുടെ സഭയിലെ ആ ഓരോ കുഞ്ഞാടുകൾ എന്ന് പറയാം, ഇല്ലെങ്കിൽ അല്ലേ, ഓരോ ക്രിസ്ത്യാനിയുടെ വീട്ടിലും എന്ത് നടക്കുന്നു, ഓരോ ക്രിസ്ത്യാനിയുടെയും വീട്ടിലെ ഓരോ മക്കളും എവിടെ പഠിക്കുന്നു, അവരുടെ വിവാഹം തുടങ്ങി ഓരോ കാര്യങ്ങളും അവിടുത്തെ ആ ഒരു സിസ്റ്റത്തിൽ അവർക്ക് കൃത്യമായിട്ട് ഡേറ്റ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പല സഹായങ്ങളും സ്വാഭാവികമായിട്ടും ന്യായമായിട്ടും കിട്ടേണ്ട സഹായങ്ങൾ അവർക്ക് കിട്ടും. അവർ സ്വാഭാവികമായിട്ടും ആരുടെ കൂടെ നിൽക്കേണ്ട? അപ്പോൾ അവരുടെ സഭയുടെ കൂടെ. സഭയുടെ എന്ന് പറയുമ്പോൾ അവരുടെ പുരോഹിതനാകാം, അവരുടെ ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായി നിൽക്കുന്ന ആൾക്കാരാകാം. സോ അവർ ആരുടെ പക്ഷത്താണോ ചൂണ്ടിക്കാണിക്കുന്നത്, സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് അങ്ങോട്ട് തന്നെ പോകും. കാരണം അവരുടെ ജീവിതത്തിൽ സഹായങ്ങൾ കിട്ടുന്നത് ഇവരിലൂടെയാണ് എന്ന കൃത്യമായ ബോധ്യമുണ്ട്, അവരത് ചെയ്യും ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളെ കുറ്റം പറയാൻ യാതൊരുവിധ യോഗ്യതയും നമ്മുടെ BJP സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്ന ആർക്കും തന്നെ ഇല്ല എന്നത് ഒരു കൃത്യമായ എൻ്റെ ഒരു നിലപാടാണ്. ഇനി ഹിന്ദുവിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു? എന്തെങ്കിലും ചെയ്തു? എന്തെങ്കിലും ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന, ഇപ്പോൾ ഈ എൻ്റെ വീഡിയോ കാണുന്ന, ഇല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഹിന്ദുവിന് വേണ്ടി BJP, കേരളത്തിലെ BJPയോ ഇല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJPയോ എന്തെങ്കിലും ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നും സാമ്പത്തികമായി തകർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു റേഷൻ കാർഡ് പോലും, ഒരു എന്താണ് പ്രിവിലേജ്ഡ് റേഷൻ കാർഡ് പോലും ഇല്ല എന്നതാണ് വാസ്തവം. അവർ ജനറൽ കാറ്റഗറിയിലാണ് എന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വീട്ടിൽ മെർസിഡസ് ബെൻസും 4000 സ്ക്വയർ ഫീറ്റ് വീടും പല വാടകയ്ക്ക് കൊടുക്കുന്ന പല കടകളും ഒക്കെ ഉള്ള അതിസമ്പന്നൻ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ്സും കിട്ടുമ്പോൾ കടബാധ്യതയും രോഗങ്ങളും കഷ്ടപ്പാടും ജീവിതം അവസാനിപ്പിക്കാം എന്ന തീരുമാനത്തിൽ എത്തിയിട്ടുള്ള ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊന്നും തന്നെ ഇല്ല. അവനോട് ഒരു BJP കാരനും വന്ന് ചോദിച്ചില്ല, സഹോദര ഇല്ലേ സഹോദരി